ഇന്നെല്ലാവർക്കും ചക്കയും ചായ ആയാലോ. ഇത് അമ്മ ചക്ക മുറിച്ചിടുന്നുണ്ട്. അതൊക്കെ മുറിച്ചിടാൻ ഭയങ്കര മടിയാണ്. അമ്മയാണ് ഇതെല്ലാം മുറിച്ചിടുന്നത്. പിന്നെ അമ്മയെല്ലാം ഓരോന്നായിട്ട് മുറിച്ചിട്ടിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് ഇപ്രാവശ്യം. അതെല്ലാം എടുത്തിട്ട് വെച്ച് പിന്നെ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആക്കി വെക്കുന്നത്. അമ്മ എല്ലാം കൂടി എടുക്കുന്നുണ്ട്. ചക്ക ചട്നിയും ചോളയും ഇടും എല്ലാം കൂടെ എടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ടെല്ലാം കുക്കറിലിട്ട് വെച്ചു. ഇനിയിപ്പം അതിൻ്റെ അകത്ത് മുളകും മഞ്ഞയും പിന്നെ വെള്ളവും അത്ര മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ട് ഇതാക്കുന്നതല്ല. അത്യാവശ്യം അത്ര മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒരു ചക്കയും നമ്മൊക്കെ വാരിയിട്ട് മെല്ലെ കുക്കറിലെടുത്തിടുന്നുണ്ട്. പിന്നെ നമ്മളതെല്ലാം കുക്കറിലാന്ന് വെക്കുക. കാരണം അടുപ്പിൽ വെക്കുക എന്ന് ചോദിച്ചാൽ കുറേ ടൈമാണ്. അതിലിപ്പം ഒരു ലേശം അമ്മേൻ്റെ കൈപ്പാകത്തിന് ഉപ്പിട്ടു. ഞാനാണെങ്കിൽ ഉപ്പ് സ്പൂണിൽ നോക്കിയിട്ടെടുത്തു. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി പിന്നെ മുളക് പൊടിയും അത് എല്ലാം അമ്മേൻ്റെ കൈപ്പാകാണ്. അല്ലാതെ നമ്മളാണെങ്കിൽ 1 സ്പൂണ് 2 സ്പൂണ് 1.5 സ്പൂണ് അതൊക്കെ നോക്കിയിടും. അതൊക്കെ നോക്കി കുറച്ചിട്ടു. ഇനി ഒരു 1/4 കപ്പിലോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതടച്ചിട്ട് അടുപ്പിൽ വെക്കാം. എന്നിട്ടതൊരു 2-3 വിസിൽ വരുന്നവരെ കാത്ത് വെക്കാം. വിസിലൊക്കെ വന്ന് അതിലിടയ്ക്ക് അമ്മ വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചതക്കി വെക്കുന്നുണ്ട്. ചതക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുക്കർ ആവി പോയിട്ടുണ്ട്. അത് തുറന്നു. ഇങ്ങനെയാണുള്ളതിപ്പോൾ. അതിന് ഇതിലേക്ക് പിന്നെ വറുത്തിടണം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി കടുക്, പിന്നെ അതിൽ ചതച്ച് വെച്ച വെളുത്തുള്ളി അതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ ചക്കയിലേക്ക് വറുത്തിടാം. എന്നിട്ട് ചക്കയും ചായയും കൂടെ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വായോ ചായയും ചക്കയും കഴിക്കാം.